ശംശയസായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹികത എന്ന പരമ്പരയുടെ 36-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ 33-ാമത്തെ ഭാഗത്ത് കണ്ടത് ആ മംഗളവാർത്ത പരിശുദ്ധ കന്യാമറിയത്തെ അറിയിക്കുന്നതാണ്. അന്ന് മുതൽ നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും ജീവിതത്തിൽ വളരെയധികം ആന്തരിക സംഘടന, വ്യഥ ഇത് രണ്ടുപേരും അനുഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം പരിശുദ്ധ കന്യാമറിയത്തോട് ആ സ്വർഗദൂതൻ പറഞ്ഞ ആ സന്ദേശം അത് ജോസഫിന് അറിയില്ലായിരുന്നു. അതവൾക്ക് പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു വലിയ വ്യഥയായിരുന്നു. കാരണം അവൾ ആഗ്രഹിച്ചു ജോസഫ് ഇതറിയണം. പക്ഷേ അത് പറയുവാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ അമ്മയാകുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അഹങ്കാരത്തിൻ്റെ ഒരു വശം അത് വരുമോ എന്നുള്ള പേടി. അതുപോലെ തന്നെ പറഞ്ഞില്ലെങ്കിൽ ജോസഫിനെ വഞ്ചിക്കുകയാണോ, കബളിപ്പിക്കുകയാണോ? അവിടെ മാനുഷികമായിട്ടുള്ള തീരുമാനത്തിൽ ജോസഫ് നീതിമാനാണ്, വിശുദ്ധനാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കും. അതുകൊണ്ട് പറയണമെന്ന് തന്നെ അവിടെ മനസ്സിൽ തോന്നി. പക്ഷെ ദൈവത്തോട് ആരാഞ്ഞപ്പോൾ അരൂപി അവൾക്ക് കൊടുത്ത ഉത്തരം മൗനമായിരിക്കുക, അതറിയിക്കുവാൻ ഞാൻ തന്നെ അത് ചെയ്യാം. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം അത് ജോസഫിനോട് പറയാതിരിക്കുന്ന ആ അനുഭവം അതവൾക്ക് വലിയൊരു വ്യഥയായിരുന്നു, ദുഃഖമായിരുന്നു. അവൾ ആ സന്തോഷത്തിൻ്റെ മംഗളവാർത്താ സന്തോഷം അത് എലിസബത്തുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും എല്ലാം അവിടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരു വേദന, ഒരു മുള്ള് അത് ശരിക്കും അവൾ അനുഭവിച്ചു. ആ അനുഭവം അത് നീണ്ടു നിൽക്കുന്ന അനുഭവമായിരുന്നു. 6 മാസത്തിന് ശേഷം എലിസബത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയാണ്. ആർക്കും അറിയാവുന്ന തരത്തിൽ അവരുടെ ശരീര വികസനങ്ങളൊക്കെ നടന്നു. ഈ സമയത്താണ് വിശുദ്ധ യോസഫ് മേരിയെ കാണുമ്പോൾ ഞാൻ ഏറ്റവും വിശ്വസിച്ച, ഏറ്റവും നല്ലവളെന്ന് വിചാരിച്ച, ദൈവിക ചൈതന്യം നിറഞ്ഞ അവളിൽ നിന്ന് എനിക്ക് കിട്ടിയ തിക്താനുഭവം. അത് ജോസഫിനെ കുറിച്ച് പറയുന്നത് 3 ദിവസം കൊണ്ട് മാത്രം അവൻ ഒരു 10 വയസ്സ് കൂടിയ പോലെ ദുർബലനാകുന്ന അവസരം. ജോസഫ് ഈ ദിവസങ്ങളിൽ മേരിയുമായി അകലുകയായിരുന്നു. മേരിക്കും അറിയുമായിരുന്നു ജോസഫ് അകലുന്നതിൻ്റെ കാരണം. പക്ഷെ മൗനമായിരിക്കുക എന്ന അരൂപിയുടെ ശബ്ദം കേട്ടു. നമുക്ക് സാധാരണ ചിന്താഗതിയിൽ എന്തുകൊണ്ട് ആ സ്വർഗദൂതൻ ജോസഫിനോടും പറഞ്ഞില്ല, അല്ലെങ്കിൽ ജോസഫ് അതറിയേണ്ടതല്ലായിരുന്നോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലും വരാം. പക്ഷേ ദൈവത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള പ്ലാൻ, അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ അതൊരു പക്ഷേ 2 വിശുദ്ധരെ കൂടുതൽ ഉരുക്കി വാർക്കുകയായിരിക്കാം. കൂടുതൽ സഹനങ്ങളിൽ കൂടി വിശുദ്ധിയിലേക്ക്, രക്ഷാകര പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. ജോസഫ് തീർച്ചയായും നീതിമാനായിരുന്നു. ഒരു സാധാരണ നീതിയല്ല, അതിലുപരിയായ അതിസുന്ദരമായ ഒരു നീതി. അതുകൊണ്ടായിരിക്കാം സഭയിൽ ഏറ്റവും
ശ്രേഷ്ഠമായിട്ടുള്ള വണക്കം പരിശുദ്ധ മറിയത്തിനും അത് കഴിഞ്ഞുള്ള വണക്കം വിശുദ്ധ യോസേപ്പിനും കൊടുക്കത്തക്ക വിധത്തിൽ ആ സഹനത്തിൻ്റെ മാർഗങ്ങൾ കൂടി അവരെ നയിച്ചത്. നമുക്കറിയാം, പ്രതിസന്ധികൾ വരുമ്പോൾ, സംഘടനകൾ വരുമ്പോൾ, നമുക്കാരോടും പറയാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, എതിർ പാർട്ടിയെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത ആ നീതി ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു വലിയ സംഘടനം തന്നെയാണ്. അതാണ് ജോസഫ് അനുഭവിച്ചത്. ജോസഫ് തീർച്ചയായും ഇസ്രായേൽ നിയമം അനുസരിച്ച് അങ്ങനെയുള്ളൊരു സ്ത്രീ ജോസഫ് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. പക്ഷെ അവൾക്ക് ഉപദ്രവം വരരുത്. അതിനുവേണ്ടി ജോസഫ് അത് ഉള്ളിലൊതുക്കി അവളെ ത്യജിക്കാം എന്ന് കരുതുകയാണ്. ഈ സമയത്താണ് സ്വർഗദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവൻ മേരിയുടെ അടുത്തേക്ക് വരുന്ന ആ സംഭവം പറയുന്നുണ്ട്. അവൻ പറയുന്നത് മുട്ടുമടക്കി ക്ഷമ ചോദിക്കുന്നത് പോലെ അവൻ പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. കാരണം ഞാനായിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം പറയുവാനെങ്കിലും അവസരം തരുമായിരുന്നു. ഞാൻ അതുപോലും നിനക്ക് തരാതെ നിന്നെ കുറ്റക്കാരിയായിട്ട് വിധിച്ചു. ഇതുപോലുള്ള വലിയ നിധി സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ളൊരു തിരിച്ചറിവും മേരി അവനെ സാന്ത്വനപ്പെടുത്തുകയാണ്. ഇതാണ് ഒരുപക്ഷെ കൃപ നിറഞ്ഞവർക്കും വിശുദ്ധരായവർക്കും നീതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവർക്കും ദൈവം ചിലപ്പോൾ അതിവിശുദ്ധിയിലേക്ക് നയിക്കുവാനുള്ള മാർഗങ്ങളാക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീതിമാന്മാരും പോലും കഷ്ടിച്ച് രക്ഷ നേടുന്നെങ്കിൽ ദുർഭാഗ്യങ്ങളുടെയും പാപികളുടെയും അവസ്ഥ എന്തായിരിക്കും? കർത്താവ് സ്നേഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ വെട്ടിയൊരുക്കുന്നു. പ്രഭാഷകന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 16-ഉം 17-ഉം ഇത് തന്നെയാണ് പറയുന്നത്. ആദ്യം പ്രയാസങ്ങൾ നിറഞ്ഞ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴിയിൽ കൂടി കൊണ്ടുപോയി വിശ്വാസത്തെ പരീക്ഷിച്ച് വിശ്വസിക്കാൻ യോഗ്യരാണെന്ന് കാണുമ്പോഴാണ് ആ നേർവഴി കാണിച്ചു തരുന്നതും നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതും. ആ രക്ഷാകര ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ സഹനത്തെ സ്വീകരിക്കുമ്പോൾ, നമ്മളും രക്ഷാകര ദൗത്യത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ സഹനത്തെ ആ മനോഭാവത്തോടെ കാണുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.